രതീഷ് 13 വർഷമായി കോടനാട് അഭയാരണ്യത്തിലെ താൽക്കാലിക ആനപ്പാപ്പാനാണ്. 9 പേരെ കൊന്ന പിലാണ്ടി ചന്ദ്രുവിനെ ചട്ടം പഠിപ്പിച്ച വിദഗ്ധനായ പാപ്പാൻ. ഇപ്പോൾ 6 വർഷമായി ആശയുടെ പാപ്പാൻ. ആദ്യം പീലാണ്ടിക്കാണ്. പീലാണ്ടി എന്ന് പറയില്ല. കുഴപ്പമില്ല. ഈ ആനപ്പാപ്പാനായിട്ട് എത്ര വർഷം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ആനപ്പാപ്പാനായിരുന്നു? ഞങ്ങൾ കാരണന്മാരായിട്ട് ആനക്കാര, ഫാമിലി ആയിട്ട് ആനക്കാര. അച്ഛൻ ആനപ്പാപ്പാനാണ്, അനിയൻ ആനപ്പാപ്പാനാണ്, ഞാൻ ആനപ്പാപ്പ. മറ്റെല്ലാവരെയും പോലെ സ്ഥിരം ജോലി എന്നത് രതീഷിന്റെയും സ്വപ്നമായിരുന്നു. അതിനായി 2ാം പാപ്പാന്മാർക്ക് വേണ്ടിയുള്ള PSC പരീക്ഷ കഴിഞ്ഞ വർഷം എഴുതി. ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷ പൂരിപ്പിച്ച അക്ഷയ സെന്റർ വരുത്തിയ ഒരു പിഴവ് മൂലം സ്ഥിരം ജോലി നിഷേധിക്കപ്പെട്ടു. SC വിഭാഗത്തിൽപ്പെട്ട രതീഷിന്റെ ജാതി ഈഴവ എന്നായിരുന്നു രേഖപ്പെടുത്തിയത്. പുതിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് ജോലി നിഷേധിക്കുകയാണ് അധികൃതർ. അതെ, ഞാനേ അക്ഷയയിൽ ചെയ്തതിൻ്റെ ഒരു ഇതാണ്. അത് എൻ്റെ തെറ്റല്ല, അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു പിഴ പറ്റിയതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ലല്ലോ. ആദ്യമായിട്ട് PSC എഴുതുകയും ചെയ്യണു. SC എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ അവർ അടിച്ചതിൽ ഈഴവായി പോയി. നമ്മളത് ശ്രദ്ധിക്കണില്ല. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോഴാണ് ഞാൻ സത്യാവസ്ഥ അറിയണത് ഇങ്ങനെ സംഭവം. എനിക്ക് ആനപ്പണിയാണ് അറിയത്തുള്ളൂ, അല്ലാതെ വേറെ പണി അറിയാൻ പറ്റില്ല. കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യണം. അത് മാത്രമല്ല, എനിക്ക് 2 പിള്ളേരാണ്, കുഞ്ഞു പിള്ളേരാണ്. നമ്മൾ ഈ കാട്ടാനയുടെ കൂട്ടിൽ തന്നെ നമ്മൾ താമസിക്കുന്നത്. ഈ പോർട്ടേഷൻ്റെ ഈ വനത്തിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത്. വേറൊരു നിവൃത്തിയില്ലാത്തതാണ് നമ്മളിങ്ങനെ ഈ പറയുന്നത്. നിലവിലെ ലിസ്റ്റ് പ്രകാരം അടുത്ത നിയമനം ലഭിക്കേണ്ടത് SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്കാണ്. ഇപ്പോഴത്തെ ലിസ്റ്റിൽ രതീഷ് മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തിയും. SCയിൽ കയറാറും എനിക്കിപ്പോൾ എൻ്റെ 4ാമത്തേൽ ആരും കയറാനുമില്ല. 4ാമത് കിടക്കണം SC കിടക്കണം. അത് ആരും കയറാനില്ല. അതിനകത്ത് ഞാനാണ് കയറിയിട്ടില്ല. എൻ്റെ ഒറിജിനലെല്ലാം കൊണ്ടേ കാണിച്ചു കൊടുത്താൽ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ ഒറിജിനൽ കാണിക്കണമെന്നുണ്ടല്ലോ. അന്നേരമല്ലേ നമ്മൾ അറിയണത്. തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം അവിടെ. അന്നേരമല്ലേ സാങ്കേതികത്വം പരിഹരിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ അപേക്ഷ നൽകിയെങ്കിലും മനുഷ്യത്വപരമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി താൽക്കാലിക ജീവനക്കാരെ സർക്കാർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. രതീഷ് അഭയാരണ്യത്തിലെ താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും PSC പരീക്ഷ എഴുതി സ്ഥിര ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. മറ്റുള്ള കാര്യങ്ങളിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള സർക്കാർ രതീഷിന്റെ കാര്യത്തിലും അത്തരമൊരു സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ആവശ്യം. മനോജ് മാടശ്ശേരിക്കൊപ്പം SR ഉൺശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.